പാർട്ടിയിലിരിക്കുന്ന ബ്ലൂ ഷർട്ട് ധരിച്ച ഒരു വ്യക്തി അയാളുടെ ഫോണിലെ ഒരു പിക്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ വ്യക്തി അവിടെ വീണ് മരണപ്പെടുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഒരു അപ്പാർട്ട്മെന്റിൽ തനിച്ച് താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. എന്നാൽ അവളുടെ കൂടി മറ്റാരോ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് അവൾക്ക് തോന്നുകയാണ്. എന്താണെന്നാൽ രാത്രി മുഴുവൻ ഉറങ്ങിയ ശേഷം രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോൾ അതിൽ ഇവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ അതിൽ ആരോ എടുത്തിരിക്കുന്നു. ആരാണ് അവളുടെ ഫോൺ എടുത്ത് ആ ഫോട്ടോ എടുത്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ രാത്രിയാവുന്നു. ഉറങ്ങി എഴുന്നേറ്റ് അവൾ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഫോട്ടോ ഒന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും കാര്യമാക്കാതെ അവൾ കുളിക്കാനായി പോകുന്നു. എന്നാൽ കുളി കഴിഞ്ഞ് വന്ന് ഫോൺ നോക്കുമ്പോൾ അതിൽ അവൾ കുളിക്കുന്നത് ആരോ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് ഭയപ്പെട്ട അവൾ അവിടെ നിന്ന് പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ കാറിന്റെ കീ മറന്നു പോയിരുന്നു. അതെടുക്കാനായി റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ ബാത്റൂമിൽ ആരോ കുളിക്കുന്നതായി അവൾ ശബ്ദം കേൾക്കുകയാണ്. ബാത്റൂമിന്റെ ഡോറെല്ലാം തുറക്കാനായി ശ്രമിക്കുന്നത് അവൾ കാണുന്നു. പേടിച്ചു വിളിച്ച് ആ ബാത്റൂമിൽ ഇരിക്കുകയാണ് അവൾ. പെട്ടെന്ന് അതോടെ ആ പെൺകുട്ടി മരണപ്പെടുന്നു. ബാത്ടബിൽ മരിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അടുത്ത ദിവസം ഒരുപാട് പോലീസുകാർ എത്തുകയാണ്. അതിലൊരു പോലീസുകാരൻ അയാളുടെ ഫോണിൽ മരിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുകയാണ്. വെള്ളത്തിൽ വീണ് മരിച്ചയാളുടെ ഫോട്ടോ എടുത്തത് കൊണ്ടാണ് ഇയാൾ പാർട്ടിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത്. അത് ഫോട്ടോ എടുത്ത ആ പെൺകുട്ടിയും മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ അടുത്തതായി കൊല ചെയ്യപ്പെടാൻ പോകുന്നത് ഈ പോലീസുകാരനാണ്.